أكبر الله أكبر. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. خذ العفو وأمر بالعرف وأعرض عن الجاهلين. अफ़्व इख्तियार कर और मारूफ का हुक्म दे. മാപ്പ് ചെയ്യുന്ന സ്വഭാവം കൈക്കൊള്ളുക, നല്ല കാര്യം ഉപദേശിക്കുക, അവിവേകം പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുക. हज़रत सल्लल्लाहु अलैहि वसल्लम के बारे में हज़रत आयशा रज़ियल्लाहु अन्हा ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വാക്യം, के काना खुलुकुहुल അതായത് കാന ഖുലുഖുൽ ഖുർആൻ, അങ്ങയുടെ ജീവിതം और अखलाक की വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളുടെയും आप सल्लल्लाहु अलैहि वसल्लम സ്വഭാവഗുണങ്ങളുടെയും പ്രാവർത്തിക രൂപമായിരുന്നു. इन अखलाक के അങ്ങയുടെ इसी समुद्र की निशान ഉത്കൃഷ്ട സ്വഭാവഗുണങ്ങളെ വളരെ വ്യാപ്തിയേറിയ സമുദ്രത്തിന് സമാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പോകുക, എന്നിട്ട് സമുദ്രത്തിൽ നിന്ന് खुलुक़ अज़ीम വിളപിടിപ്പുള്ള മുത്തുകൾ തേടുക. तुम तलाश करोगे ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളുടെ ഏത് മുത്തുകൾ കണ്ടെത്തിയാലും അതിൽ എന്റെ പ്രിയ യജമാനൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്ര പതിഞ്ഞതായി കാണാം. खातमियत ഇതാണ് നുബുവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പദവി. दीनकुम व अतममतु अलैकुम. അതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർണ്ണമാക്കി തരികയും എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും ചെയ്തിരിക്കുന്നു എന്ന ദൈവിക നിർദ്ദേശത്തിലൂടെ കാണാൻ കഴിയുന്നത്. ദീനിന്റെ പൂർത്തീകരണവും അനുഗ്രഹങ്ങളുടെ പരിപൂർത്തീകരണവും आखिरी നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവസാന ശരീഅത്ത് ഗ്രന്ഥം ഇറക്കിക്കൊണ്ടാണ് അള്ളാഹു അങ്ങയിലൂടെ പൂർണ്ണമാക്കിയത്. बस आपसे ज्यादा कौन അങ്ങയേക്കാൾ അധികമായി समझने वाला ആർക്കാണ് ഈ ദൈവിക ഗ്രന്ഥത്തെക്കുറിച്ചോ शाह को समझने वाला हो सकता है. അവന്റെ തീരുമാനങ്ങളെക്കുറിച്ചോ മനസ്സിലാക്കാൻ സാധിക്കുക? जिंदगी का हर पहलू അങ്ങയുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗവും अमली तस्वीर है. വിശുദ്ധ ഖുർആന്റെ പ്രാവർത്തിക രൂപമാകുന്നതോടൊപ്പം തന്നെ हुक्म के मुताबिक हमारे लिए അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നമുക്ക് അത് ഉത്തമ മാതൃക കൂടിയാണ്. इस वक्त मैं आपके सामने हज़रत सल्लल्लाहु ഈ അവസരത്തിൽ ഞാൻ अलैहि हसीन पहलू നിങ്ങളുടെ മുമ്പാകെ झलकियां നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതത്തിന്റെ മനോഹരമായ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെക്കുകയാണ്. नेक फितरत लोगों തൽഫലമായി को आपके इश्क व मोहब्बत സൽപ്രകൃതക്കാരായവർക്ക് അങ്ങയോടുള്ള സ്നേഹം വർദ്ധിക്കുകയും और मुनाफिकीन के കൂടാതെ गंध से കപടവിശ്വാസികളുടെ जब आप മലീമസമായ അവസ്ഥ കണ്ടുകൊണ്ട് के അങ്ങ് ഈ സ്വഭാവം കാണിച്ചപ്പോൾ तो അജ്ഞരിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇവരുടെ സ്വഭാവ വൈകൃതങ്ങൾ ലോകത്ത് പ്രകടമായി. खुलुक़ जिसके बारे में मैं बयान करना चाहता हूँ ഞാനിന്ന് ये अफ़्व है. പറയാൻ ഉദ്ദേശിക്കുന്നത് അഫ് എന്ന ഉത്കൃഷ്ട സ്വഭാവഗുണത്തെക്കുറിച്ചാണ്. മാപ്പ് കൊടുക്കുക എന്ന സ്വഭാവഗുണത്തെപ്പറ്റിയാണ്. रबों को ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാം അരുൾ ചെയ്യുന്നു, അള്ളാഹുമായി ഏറ്റവും അടുത്ത ആളുകൾക്ക് നേരെ വളരെയേറെ ശകാരവാക്കുകൾ ചൊരിയപ്പെടുകയും അവരെ കഠിനമായ മർദ്ദനങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് ലഭിച്ചിരുന്ന കൽപ്പന इंसाने काम അവിവേകികളിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നത് മാത്രമായിരുന്നു. പരിപൂർണ മനുഷ്യനായിരുന്ന നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ गालियां കഠിനമായ മർദ്ദനങ്ങൾക്ക് വിധേയനാക്കപ്പെട്ടു. की गई. വളരെയധികം ശകാരവാക്കുകൾക്കും പീഡനങ്ങൾക്കും അങ്ങ് വിധേയനായി. എന്നാൽ ഉത്കൃഷ്ട സ്വഭാവഗുണങ്ങളുടെ മകുടോദാഹരണമായിരുന്ന ആ വ്യക്തിത്വം അതിന് പകരമായി അവരോട് എങ്ങനെയാണ് വർത്തിച്ചത്? അവർക്ക് വേണ്ടി ദുആ ചെയ്തു. से एराज करेगा അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ടായിരുന്നു, അതായത് നീ അവിവേകളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെങ്കിൽ നിന്റെ അഭിമാനത്തെയും ജീവനെയും കാത്തുസൂക്ഷിക്കുകയും ഈ ദുസ്വഭാവികൾക്ക് ഒരിക്കലും അക്രമം നടത്താൻ സാധിക്കുകയുമില്ല.
അപ്രകാരം തന്നെയാണ് ഉണ്ടായത്. आपकी इज्जत पर हर्फ न നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾക്ക് जलीलो खार हो അങ്ങയുടെ അഭിമാനത്തിനുമേൽ ക്ഷതമേൽപ്പിക്കാൻ സാധിച്ചതേയില്ലെന്ന് മാത്രമല്ല, അവർ സ്വയം അപമാനിതരായി അങ്ങയുടെ കാൽക്കൽ വീഴുകയും അല്ലെങ്കിൽ അങ്ങയുടെ മുമ്പിൽ നശിച്ചൊടുങ്ങുകയും ചെയ്തു. कहने को तो ये काम सी बात है, लेकिन मुसलसल ഈ കാര്യങ്ങൾ പറയുക നിസ്സാര കാര്യമാണ്. എന്നാൽ തുടർച്ചയായി അങ്ങയും അങ്ങയുടെ സഹാബാക്കളും കിരാതമർദ്ദനങ്ങൾക്ക് വിധേയരാക്കപ്പെടുകയും എന്നാൽ പിന്നീട് ശക്തി സംഭരിച്ചതിനു ശേഷം ലോകാരംഭം മുതൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള മാതൃക കാണിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം സവിശേഷതയാണ്. फिर मुनाफिकीन और गैर तरबियत याफ्ता लोगों പിന്നീട് മുനാഫിഖീങ്ങളുടെയും തീരെ ശിക്ഷണം ലഭിച്ചിട്ടില്ലാത്തവരുടെയും ഇടയിൽ നിന്നുകൊണ്ട് അങ്ങ് ക്ഷമയോടും സഹനത്തോടും കൂടി വർത്തിച്ചു പോന്നു. ഇതും നിസ്സാരമായ കാര്യമല്ല. देखने वाला कोई तारीखदान हो, നീതിയോടുകൂടി കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരു ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇത് പറയാതെ ഒരിക്കലും നിർവാഹമില്ല. അതായത് അങ്ങയുടെ ക്ഷമയ്ക്കും മാപ്പ് കൊടുക്കലിനും മറ്റു സ്വഭാവ ഗുണങ്ങൾക്കും എവിടെയും ഉദാഹരണം കണ്ടെത്താൻ സാധ്യമല്ല. എഴുത്തുകാരായ പല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അത് എഴുതിയിട്ടുമുണ്ട്. ഈ അവസരത്തിൽ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളിലെ പുറത്തു കൊടുക്കുക എന്ന ഗുണത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. अब्दुल्ला बिन ആദ്യമായി ഞാൻ അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂലിന്റെ സംഭവങ്ങളാണ് എടുക്കുന്നത്. मुनाफिकीन था। മുനാഫിഖീങ്ങളുടെ തലവനായിരുന്ന ആ വ്യക്തി हजरत सल्लल्लाहु अलैहि वसल्लम പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണത്തിൽ പ്രവേശിച്ചിരുന്നുവെങ്കിലും हजरत सल्लल्लाहु अलैहि वसल्लम നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ गलीज हमले करने വളരെ മോശമായ രീതിയിൽ അക്രമം നടത്താൻ അവസരം ലഭിക്കുമ്പോൾ അത് ഒരിക്കലും പാഴാക്കിയിരുന്നില്ല. मुसलसल ये वाकया മദീനയിൽ താമസിക്കുമ്പോൾ തന്നെ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നടക്കുമായിരുന്നു. അയാളുടെ ശത്രുതയ്ക്കുള്ള കാരണം ഇതായിരുന്നു. सल्लल्लाहु अलैहि वसल्लम के मदीना അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ मदीना के लोग മദീനയിലേക്കുള്ള ഹിജ്റത്തിന് മുമ്പ് മദീനക്കാർ ഈ വ്യക്തിയെ തങ്ങളുടെ നേതാവാക്കാനായി ആലോചിക്കുകയായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ശേഷം അങ്ങയെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും മതവിഭാഗങ്ങളിൽ നിന്നും ഉള്ളവർ ഒരു ഭരണാധികാരിയായി നിശ്ചയിച്ചപ്പോൾ शख्स आप ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ लेकिन പ്രത്യക്ഷമായി അല്ലെങ്കിലും ഹൃദയം കൊണ്ട് എതിർക്കാൻ തുടങ്ങി. और उसकी मुखालफत मजीद बढ़ती गई। इसका कीना और रंजिश ആ എതിർപ്പും വിദ്വേഷവും വെറുപ്പും എല്ലാം കൂടുതൽ രൂക്ഷമായി. एक रिवायत में आप सल्लल्लाहु अलैहि वसल्लम के നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയതിനു ശേഷം ബദർ യുദ്ധത്തിനു മുമ്പുള്ള ഒരു സംഭവം നിവേദനത്തിൽ കാണാം. जिससे अब्दुल्ला बिन ഇതിൽ നിന്ന് അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂലിന്റെ दिल के बोझ और कीने ഹൃദയത്തിലെ വെറുപ്പിനും വിദ്വേഷത്തിനും പകരമായി आपके सब्र का इजहार നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ വളരെയധികം പ്രകടമായിരുന്നു. अफव യഥാർത്ഥത്തിൽ പുറത്തുകൊടുക്കുക എന്ന ഈ ഉത്കൃഷ്ട സ്വഭാവ ഗുണം और भी रोशन होकर चमकता है കൂടുതൽ തിളങ്ങുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. और आप सल्लल्लाहु अलैहि वसल्लम का रद्द अमल ശേഷമുള്ള സംഭവങ്ങളിൽ നിന്നും जाहिर होता है। അങ്ങയുടെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നും അത് വളരെ പ്രകടമായി കാണാമായിരുന്നു. रिवायत में आता है നിവേദനത്തിൽ വരുന്നു, ഇമാം സുഹുരി നിവേദനം ചെയ്യുന്നു, ने बताया कि उसामा बिन ज़ैद रज़ी अल्लाह ഉർവ ബിൻ സുബൈർ എന്നോട് പറഞ്ഞു, बताया ഉസാമ ബിൻ സെയ്ദ് सल्लल्लाहु अलैहि वसल्लम റളിയല്ലാഹു അൻഹുമ എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം डालकर गधे पर सवार हुए। പുതപ്പ് പുതച്ചുകൊണ്ട് ഫിദ് എന്ന സ്ഥലത്തേക്ക് ഒട്ടകപ്പുറത്ത് യാത്രയായി. പിന്നിൽ ഉസാമ ബിൻ സെയ്ദിനെ ഇരുത്തുകയും ചെയ്തു. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാനായി ബനു ഹാരിസ് ഖസ്റജ് ഗോത്രത്തിലേക്ക് वाकया ബദർ സംഭവത്തിന് മുമ്പായി പോകുകയായിരുന്നു. ഇത് बदर से पहले ബദർ യുദ്ധത്തിന് മുമ്പുള്ളതാണ്. ऐसी मजलिस के पास से गुजरे जिसमें अब्दुल्ला बिन उबई बिन ഒരു സദസ്സിന് മുമ്പിലൂടെ കടന്നുപോയപ്പോൾ അവിടെ അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. इस मजलिस में നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കണ്ടത് बुतप्रस्त മുസ്ലിങ്ങളും വിഗ്രഹാരാധകരും और यहूदी बैठे हैं, യഹൂദികളുമെല്ലാം ആ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. वहां भी बैठे हुए थे। ഇതേ സദസ്സിൽ അബ്ദുല്ലാഹ് ബിൻ റവാഹയും ഇരിക്കുന്നു. गधे के पांव से उठने वाली
ഈ സദസ്സിലേക്ക് കഴുതയുടെ കാലുകളിൽ പതിഞ്ഞപ്പോഴുള്ള പൊടിപടലങ്ങൾ കാരണം ഉബയ്യ് ബിൻ സലൂൽ തന്റെ മൂക്ക് പൊത്തുകയും ഞങ്ങളുടെ മേൽ മണ്ണിടരുത് എന്ന് പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സലാം പറഞ്ഞു. പിന്നീട് തന്റെ സവാരിയിൽ നിന്നിറങ്ങി അവർക്ക് തബ്ലീഗ് ചെയ്യുകയും ചെയ്തു. അവരെ ഖുർആൻ ഓതിക്കേൾപ്പിച്ചു. അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, നീ പറയുന്ന വാക്കുകൾ അത്ര നല്ലതൊന്നുമല്ല. ഇത് സത്യമാണെങ്കിൽ തന്നെ ഞങ്ങളുടെ ഈ സദസ്സിൽ കേൾപ്പിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നീ നിന്റെ വീട്ടിൽ പോവുകയും അവിടെ വരുന്നവർക്ക് ഖുർആൻ കേൾപ്പിക്കുകയും ചെയ്യുക. അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് തീർച്ചയായും ഞങ്ങളുടെ സദസ്സിൽ വന്ന് ഖുർആൻ കേൾപ്പിച്ചാലും ഖുർആൻ പാരായണം കേൾക്കാൻ ഞങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നു. ഇത് കേട്ട മാത്രയിൽ തന്നെ മുസ്ലിങ്ങളും മുശ്രിക്കുകളും യഹൂദികളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അവർ പരസ്പരം കഴുത്തിന് പിടിക്കുമെന്ന് വരെ തോന്നിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തുടർച്ചയായി നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും അവർ നിശബ്ദരായതിനു ശേഷം തന്റെ സവാരിയിൽ സഅദ് ബിൻ ഉബാദയുടെ അടുത്തെത്തുകയും ചെയ്തു. സഅദ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ പറഞ്ഞ ചില കാര്യങ്ങൾ സഅദ് ബിൻ ഉബാദയോട് പറയുകയും ചെയ്തു. സഅദ് ബിൻ ഉബാദ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക. അങ്ങേക്കുമേൽ ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥമിറക്കി അള്ളാഹുവാണ് സത്യം. അങ്ങേക്ക് ഇറക്കിയിരിക്കുന്ന കാര്യങ്ങൾ സത്യമായി പുലർന്നിരിക്കുന്നു. ഈ സ്ഥലവാസികൾ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിനെ കിരീടധാരിയാക്കി രാജാവാക്കാനും അയാളുടെ കരങ്ങൾക്ക് ശക്തി പകരാനും ആഗ്രഹിച്ചിരുന്നു. പിന്നീട് അള്ളാഹു അവരുടെ തീരുമാനത്തിൽ നിന്ന് അങ്ങയിലൂടെ സത്യം വെളിപ്പെടുത്തിയപ്പോൾ അവർ ആ വ്യക്തിയെ നിരാകരിക്കുകയും ചെയ്തപ്പോൾ വളരെ വിഷമം ആ വ്യക്തിക്കുണ്ടായി. അതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങയോട് ഇപ്രകാരം പ്രവർത്തിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് വളരെയധികം പുറത്തു കൊടുക്കുകയുണ്ടായി. അത് സഅദ് ബിൻ ഉബാദ പറഞ്ഞതുകൊണ്ടല്ല അപ്രകാരം ചെയ്തത്. എന്നോട് അയാൾ ഇപ്രകാരം വർത്തിച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ എപ്പോഴും പുറത്തു കൊടുക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും തിരുസഹാബത്തും മുശ്രിക്കീങ്ങളോടും ഗ്രന്ഥാനുസാരികളോടും വിട്ടുവീഴ്ചയോടെ പെരുമാറിപ്പോന്നു. എപ്രകാരമാണ് അള്ളാഹു കൽപ്പിച്ചിരുന്നത് അപ്രകാരം അവർ പ്രവർത്തിച്ചു. അവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുമായിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ പ്രത്യക്ഷത്തിൽ മുസ്ലിമായപ്പോഴും തന്റെ കാപഢ്യം നിറഞ്ഞ കുതന്ത്രങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വരുന്നു. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ അവർ ഒരു യുദ്ധത്തിനായി പുറപ്പെട്ടതായിരുന്നു. അപ്പോൾ മുഹാജിരിങ്ങളിൽ നിന്ന് ഒരാൾ ഒരു അൻസാരിയുടെ പുറത്തടിച്ചു. ആ അൻസാരി വളരെ ഉച്ചത്തിൽ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ അൻസാറുകളെ, എന്നെ സഹായിക്കാനായി വരിക. പ്രശ്നം വഷളാകുമെന്നറിഞ്ഞ മുഹാജിർ ഉച്ചത്തിൽ പറഞ്ഞു, അല്ലയോ മുഹാജിരിങ്ങളെ, എന്നെ സഹായിക്കാനായി നിങ്ങളും വരിക. ഈ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അങ്ങ് ചോദിച്ചു, ജാഹിലിയ്യ കാലഘട്ടത്തിലേതുപോലെ എന്താണ് ഇവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു മുഹാജിർ ഒരു അൻസാരിയുടെ പുറത്തടിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരം പ്രവൃത്തികൾ ഉപേക്ഷിക്കുക, അത് നല്ല കാര്യമല്ല. ഇവർ തമ്മിൽ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമുണ്ടായത്. ഞാൻ ആദ്യം കുടിക്കും എന്നായിരുന്നു ഇവരുടെ പ്രശ്നം. പിന്നീട് ഇത് മുനാഫിഖീങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലും കേൾക്കാനിടയായി. പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നാം മദീനയിൽ തിരിച്ചു വരുമ്പോൾ മദീനയിലെ ബഹുമാന്യനായ വ്യക്തി ഇവിടത്തെ നിന്ദ്യനായ വ്യക്തിയെ പുറത്താക്കുന്നതായിരിക്കും. നഊദുബില്ലാഹ്. അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിന്റെ ഈ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടറിഞ്ഞു. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് അനുവാദം നൽകുക, ഞാൻ ഈ മുനാഫിഖിന്റെ തല കൊയ്തെടുക്കുന്നതാണ്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആ വ്യക്തിയോട് വിട്ടുവീഴ്ച ചെയ്യുക. इससे दरगुजर മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെയും കൊലപ്പെടുത്തുന്നു എന്ന് പറയാൻ ഒരിക്കലും ഇടവരുത്തരുത്. ഇത്രയേറെ ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അദ്ദേഹം മുസ്ലിമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്. को ज़ाहिरन अपने आप को मुसलमान जाहिर कर നിവേദനങ്ങളിൽ ഇപ്രകാരവും കാണാം. അങ്ങ് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സുലൂലിനെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിച്ചു, വളരെയേറെ പ്രചരിച്ചിരിക്കുന്നു, എന്താണ് പ്രശ്നം? ആരും ഒന്നും തന്നെ പറഞ്ഞില്ല. वो सब इस बात ചില അൻസാരികൾ പറഞ്ഞു, और बाद अंसारियों ने भी अंसारी ഒരു പക്ഷേ സെയ്ദിന് കുട്ടിയായിരുന്ന കാരണത്താൽ जैद को സെയ്ദിന്റെ മുമ്പിലാണ് ആ സംഭവം നടന്നത്, തെറ്റിദ്ധാരണയുണ്ടായിരിക്കാം. गलती लगी हुई होगी, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറ്റൊന്നും തന്നെ ചോദിച്ചില്ല. उन लोगों को मजीद कुछ नहीं पूछा। എന്നാൽ അള്ളാഹു വെളിപാടിലൂടെ അത് അങ്ങയെ അറിയിച്ചു. ഈ സംഭവം സത്യം തന്നെയാണ് എന്നായിരുന്നു അറിയിച്ചത്. ये वाकया सच है അങ്ങനെ तो सब दुनिया को पता लग അക്കാലത്തുള്ള എല്ലാവർക്കും അത് സത്യമാണെന്ന് മനസ്സിലായി. വിശുദ്ധ ഖുർആനിൽ അതിനെപ്പറ്റി ഇപ്രകാരം വരുന്നു, कि यक़ूलून लइन रजअना इलल मदीनति ला युखरिजन्नल आज़्ज़ु मिनहल अज़ल वलिल्लाहिल इज़्ज़तु वलिरसूलिहि वलिलमुमिनीन वलाकिन्नल मुनाफ़िक़ीन ला यअलमून। അവർ പറയുന്നു, तर्जुमा इसका ये है ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും ഉന്നതനായ വ്യക്തി जो सबसे ज्यादा जलील है उसमें से निकाल बाहर करेगा। അപമാനിതനായ വ്യക്തിയെ ഇവിടെ നിന്നും പുറത്താക്കുന്നതായിരിക്കും. എന്നാൽ എല്ലാ അഭിമാനവും അള്ളാഹുവിനും അവന്റെ റസൂലിനും വിശ്വാസികൾക്കുമാണ്. എന്നാൽ കപടവിശ്വാസികൾ അതറിയുന്നില്ല. के बाद ഈ വെളിപാടിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏറെ മറ്റാർക്കാണ് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സുലൂൽ വ്യാജനും മുനാഫിക്കുമാണെന്നറിയുക? झूठा और मुनाफिक है। അങ്ങയുടെ സൂക്ഷ്മ ബുദ്ധി കാരണം ഇതാദ്യമേ തന്നെ അങ്ങ് അറിയുമായിരുന്നു. पहले से ഈ വ്യക്തി മുനാഫിക്കാണെന്നും അതറിഞ്ഞെങ്കിലും ഒന്നും തന്നെ അങ്ങ് പ്രവർത്തിച്ചില്ല. മദീന എത്തുന്നതിനു മുമ്പ് ഉബയ്യിന്റെ മകൻ जब अब्दुल्ला बिन उबई के बेटे പരിശുദ്ധനായ ഒരു മുസ്ലിം യുവാവായിരുന്നു. അങ്ങയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിരിക്കുന്നു, की ये बात मैंने सुनी है ആ വ്യക്തിയെ കൊല ചെയ്യണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങ് എന്നോട് കൽപ്പിക്കുക. कि उसको कत्ल करना है, ഞാൻ തീർച്ചയായും എന്റെ പിതാവിന്റെ തല കൊയ്തെടുക്കുന്നതാണ്. अपने बाप की गर्दन उड़ा दी। എന്നാൽ മറ്റാരെങ്കിലും കൊല ചെയ്താലോ ശിക്ഷിച്ചാലോ ജാഹിലിയ കാലഘട്ടത്തിലേതുപോലെ എന്റെ ഞരമ്പുകൾ ഉണരുകയും എന്റെ പിതാവിനെ കൊന്നയാളെ ഞാൻ കൊലപ്പെടുത്തുകയും ചെയ്തേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഒരുവിധത്തിലുള്ള ശിക്ഷകളും നൽകാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു, कि ऐसी कोई നിന്റെ പിതാവിനോട് ഞാൻ ലളിതമായും കാരുണ്യത്തോടും കൂടി പെരുമാറുന്നതായിരിക്കും. कि तुम्हारे ശിക്ഷിക്കുകയില്ലെന്ന് മാത്രമല്ല, ലളിതമായ രീതിയിലായിരിക്കും ഞാൻ പെരുമാറുക. പിന്നീട് ഇതേ യാത്രയിൽ ये कि सजा नहीं दूंगा बल्कि नरमी और एहसान। ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അറിയാതെ फिर इस सफर में यही सफर था പിന്നിലായി പോവുകയും जिसमें हज़रत आयशा യാത്രാസംഘം അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. गलती से യാത്രാസംഘം പുറപ്പെട്ടതിനു ശേഷം ഒരു സഹാബി മൈതാനത്തിൽ पूछ किया तो ഇനി എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയോ എന്ന് നോക്കുന്നതിനിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുകയും ഇന്നാലില്ല എന്ന് പറയുകയും ചെയ്തു. कोई चीज रह तो नहीं गई। ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങുകയായിരുന്നു. കണ്ണു തുറന്ന ഉടനെ പുതപ്പുകൊണ്ട് പുതച്ചു. जिससे आप സഹാബി തന്റെ ഒട്ടകത്തെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. की आंख खुल गई। ആയിഷ റളിയല്ലാഹു അൻഹയെ അതിലിരുത്തി. उन साहबी ने अपना പുറപ്പെട്ട് पास बिठा दिया, സംഘവുമായി കണ്ടുമുട്ടിയപ്പോൾ फिर बैठ गई। ഇതേ മുനാഫിക്കുകൾ തന്നെയാണ് പലവിധത്തിലുള്ള കുപ്രചരണങ്ങളും നടത്താൻ തുടങ്ങിയത്. काफिले से मिले हैं, ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുമേൽ പല बाएं फैलाना शुरू कर തെറ്റായ ആരോപണങ്ങളുമുണ്ടായി. दिया हज़रत आयशा के बारे में। ഇക്കാര്യങ്ങൾ കേട്ട് इल्जाम नौजुबिल्लाह हज़रत आयशा നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ദുഃഖിതനായിരുന്നു. आप सल्लल्लाहु अलैहि वसल्लम को ये बात ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ ആക്ഷേപം ഉന്നയിക്കുക എന്നത് हज़रत आयशा पर इल्जाम लगाना असल में तो നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ നഷ്ടമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. कोई नुकसान पहुंचाना के ഈ സംഭവം കഴിഞ്ഞ് മദീനയിൽ എത്തിയ ശേഷം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞു. അതിന്റെ ഒരു വരി ഇപ്രകാരമാണ്: सल्लल्लाहु अलैहि वसल्लम ने मस्जिद में तशरीफ लाए, वहां എനിക്ക് എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ വളരെ ദുഃഖമേൽപ്പിച്ചിരിക്കുന്നു. फिक्र ये था എന്നാൽ अल्लाह के मुझे मेरे, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ എല്ലാ പീഡനങ്ങളെയും സഹിച്ചു. लेकिन आप सल्लल्लाहु अलैहि वसल्लम ने मुनाफिकीन के ആക്ഷേപം ഉന്നയിച്ചവർക്ക് ഉടനെ ശിക്ഷ നൽകിയില്ല. അള്ളാഹുവിൽ നിന്ന് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധതയെക്കുറിച്ച് വെളിപാടിറങ്ങിയപ്പോഴും
അവർക്ക് ശിക്ഷ നൽകിയില്ല. अल्लाह ताला की तरफ से जब हज़रत അവർ ആക്ഷേപിക്കുകയാണെന്ന് അങ്ങേക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവർക്ക് പുറത്തു കൊടുക്കുകയാണുണ്ടായത്. നിവേദനങ്ങളിൽ വരുന്നു, इनके बारे में ये पता അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂൽ വഫാത്തായപ്പോൾ बल्कि हफ्ते से काम दिया മകൻ, അതായത് പരിശുദ്ധനായ യുവാവായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞു, बहुत हुआ तो उसके बेटे ने അങ്ങ് मुसलमान था जैसा कि मैंने कहा അങ്ങയുടെ ജുബ്ബ എനിക്ക് നൽകിയാലും हाँ हजरत ഈ ജുബ്ബ ധരിപ്പിച്ച് होकर अर्ज की ഞാൻ എന്റെ പിതാവിനെ ഖബറടക്കുന്നതാണ്. आप अपना कुर्ता नायत നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു. അങ്ങയുടെ സഹതാപത്തിന്റെയും പുറത്തുകൊടുക്കലിന്റെയും അവസ്ഥ എപ്രകാരമായിരുന്നുവെന്നാൽ, अदा फरमाया അങ്ങ് ആ വ്യക്തിയുടെ ജനാസ നമസ്കരിക്കുകയും ഖബറിൽ പോയി ദുആ ചെയ്യുകയും ചെയ്തു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ടറിയാം. ഇയാൾ മുനാഫിക്കാണ്. മുനാഫിക്കിനെ പറ്റി അള്ളാഹു പറയുന്നത്, നീ 70 പ്രാവശ്യം അവരുടെ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചാലും അവരുടെ പാപം പൊറുക്കപ്പെടുകയില്ല. अल्लाह ताला फरमाता है നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, इस्तिग़फ़ार करे അള്ളാഹു मग़फ़िरत तलब करे ഇതിൽ ഒരു കാര്യം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ 70-ലധികം പ്രാവശ്യം പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നതാണ്. കുറെ പ്രാവശ്യം ഞാൻ ദുആ ചെയ്യുന്നതാണ്. एक इजाजत भी दी हुई है तो मैं कोशिश करूंगा कि मैं 70 मरतबा അധികം എനിക്ക് ദുആ ചെയ്യേണ്ടി വന്നാൽ അതിനും ഞാൻ തയ്യാറാണ്. ഇതായിരുന്നു അങ്ങയുടെ മാതൃക. ताकि अगर मुझे इससे ज्यादा भी बख्शिश ആ മുനാഫിക്കങ്ങളോടും ഇപ്രകാരം തന്നെയാണ് അങ്ങ് പെരുമാറിയത്. ये था आपका उसवा जो आपने ഇത് മുനാഫിക്കങ്ങളുടെ തലവിന് പുറത്തുകൊടുത്ത സംഭവമാണ് ഞാൻ പറഞ്ഞു വന്നത്. रवा रखा മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ഉദാഹരണത്തിന്, रईसुल मुनाफिक തീരെ ശിക്ഷണം ലഭിക്കാത്ത ചില सलूक है കാട്ടറബികളുടെ സ്വഭാവത്തെക്കുറിച്ചാണത്. करता हूँ मसलन उजाड़ അന്തസ്സിന് നിരക്കാത്ത കാര്യങ്ങളാണ് അവർ എപ്പോഴും ചെയ്തു പോകുന്നത്. आज बदबुओं के അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. അവർക്ക് गिरी हुई हरकत किया അങ്ങ് എങ്ങനെയാണ് പുറത്തു കൊടുത്തത്? हजरत सल्लल्लाहु अलैहि वसल्लम അതിനെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനത്തിൽ വരുന്നു. ഹസ്രത്ത് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. അങ്ങ് കനമുള്ള ഒരു പുതപ്പ് പുതച്ചിരുന്നു. हो रवायत कर ഒരു കാട്ടറബി അങ്ങയുടെ പുതപ്പ് ശക്തിയായി വലിക്കുകയും പുതപ്പിന്റെ അഗ്രഭാഗം കഴുത്തിലുരഞ്ഞ് പാടുകൾ ഉണ്ടാവുകയും ചെയ്തു. പറഞ്ഞു, बदवी ने അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, कि उसके അള്ളാഹു के निशान आप താങ്കൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് फिर उसने कहा എനിക്ക് 2 ഒട്ടകങ്ങളെ നൽകിയാലും सल्लल्लाहु अलैहि वसल्लम मुझे താങ്കൾ എനിക്ക് താങ്കളുടെ സ്വന്തം ധനം നൽകേണ്ടതില്ല. नायत फरमाया है ये 2 ऊंट दे दें അയാളുടെ മുറിവേൽപ്പിക്കുന്ന ഇത്തരം വാക്കുകൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിശബ്ദനായി. नहीं माल तो नहीं देना എന്നിട്ട് പറഞ്ഞു, उसकी ധനം सख्त बातें सुनकर അള്ളാഹുവിന്റേതാണ്. सल्लल्लाहु अलैहि वसल्लम खामोश रहे ഞാൻ അള്ളാഹുവിന്റെ ദാസനാകുന്നു. अल मालो നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, वना अब നീ എന്നെ വിഷമിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നിന്നോട് തീർച്ചയായും പകരം വീട്ടുന്നതായിരിക്കും. फिर हजूर सल्लल्लाहु ആ കാട്ടറബി പറഞ്ഞു, എന്നോട് പകരം ചോദിക്കപ്പെടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ട് പകരം ചോദിക്കപ്പെടുകയില്ല? उस बदवी ने कहा കാട്ടറബി പറഞ്ഞു, बदला नहीं लिया जाएगा हजरत सल्लल्लाहु കാരണം താങ്കൾ തിന്മയ്ക്ക് പകരം തിന്മ പകരം ചോദിക്കാറില്ല, തിന്മയായി ചെയ്യാറില്ല. പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയും ചെയ്തു. ഈ മൃദുലമായതും പുറത്തു കൊടുക്കുന്നതുമായ ഗുണം കൊണ്ടാണ് का ये कहना था ഇവരും ആഗ്രഹിച്ചതുപോലെ ചെയ്യാൻ ധൈര്യം കാണിച്ചത്. तो इसी चीज പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, था पता അയാൾ ചോദിച്ചതുപോലെ തന്നെ ഒരൊട്ടകപ്പുറത്ത് ധാന്യങ്ങളും മറ്റേ ഒട്ടകപ്പുറത്ത് കാരക്കയും നിറച്ചു കൊടുക്കുക. वसल्लम ने इरशाद फरमाया അത് അയാൾക്ക് നൽകുകയും ചെയ്തു. मतलूबा 2 ऊँटों में से एक ऊँट पर जौ और दूसरे पर खजूर പിന്നീട് ഇസ്ലാമിന്റെ എതിരാളികൾക്ക് फरमाई എങ്ങനെയാണ് അങ്ങ് പുറത്തു കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ പറയുന്നതാണ്. मुखालफीन इस्लाम के साथ ഹസ്രത്ത് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, फरमाया आपने क्या सलूक फरमाया മക്കയിലെ ഖുറൈശികളിൽപ്പെട്ട 80ഓളം പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും മേൽ സുബഹി നമസ്കാര സമയത്ത് അവിചാരിതമായി कुरैश मक्का തൻഈം മലയിൽ നിന്ന് ആക്രമണം നടത്താൻ തുടങ്ങി. वसल्लम നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനാണ് അവർ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അവർ പിടിക്കപ്പെടുകയാണുണ്ടായത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് നൽകിക്കൊണ്ട് അവരെ വിട്ടയക്കുകയും ചെയ്തു. वसल्लम को कत्ल कर दें मगर उनको पकड़ लिया गया ഇത്തരത്തിലുള്ള
മാപ്പ് ചെയ്തു കൊടുക്കുന്ന ഏതെങ്കിലും ഉദാഹരണങ്ങൾ ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ഇവർ യുദ്ധകുറ്റവാളികളാണ്. എന്നാൽ കാരുണ്യവാരിധിയും പുറത്തു കൊടുക്കുന്നവനുമായ അങ്ങ് लेकिन सरापा शफकत അവർക്ക് മാപ്പ് കൊടുത്തു. നിങ്ങൾ പോവുക, നിങ്ങൾക്ക് യാതൊരു ശിക്ഷയുമില്ലെന്ന് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ ഇഷാം ബിൻ സയ്യിദ് ബിൻ അനസ് നിവേദനം ചെയ്യുന്നു, ഞാൻ അനസ് ബിൻ മാലിക്കിൽ നിന്ന് ഇപ്രകാരം കേട്ടു. ഒരിക്കൽ ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തുകൂടി കടന്നുപോയി. അയാൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു അലൈക്കും, നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടായി പറഞ്ഞു, ഇയാൾ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ അസ്സാമു അലൈക്ക് എന്നാണ് പറഞ്ഞത്. സഹാബ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ യഹൂദിയുടെ പ്രവൃത്തി കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞങ്ങൾ അയാളെ വധിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അയാളെ കൊല ചെയ്യരുത്. ഇതിലൂടെ അവർക്ക് നൽകിയ ഒരു പാഠം, സഹതാപം എന്നത് സ്വന്തം ആളുകളോട് മാത്രമല്ല അന്യരോടും നാം കാണിക്കേണ്ടിയിരിക്കുന്നു. എന്നോട് അനീതി കാണിക്കുന്നവരോടും സഹതാപം കാണിക്കുക. ശിക്ഷ നൽകാൻ നിർബന്ധിതമാകുന്നത് പരിധികൾ നിശ്ചയിക്കപ്പെടുമ്പോഴാണ്. ഏത് വിഭാഗത്തിനാണോ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു അറിയിച്ചിരിക്കുന്നത് അത് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി കൽപ്പിച്ചിരിക്കുന്നു. അങ്ങേക്കും ചില സഹാബാക്കൾക്കും ഒരു യഹൂദ സ്ത്രീ ഇറച്ചിയിൽ വിഷം കലർത്തി നൽകാനായി ശ്രമിച്ചു. ഈ വലിയ കുറ്റം ചെയ്തതിനു പുറമെ ആ സ്ത്രീക്ക് അങ്ങ് മാപ്പ് കൊടുത്തു. സഹാബാക്കൾക്ക് വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു. സ്ത്രീയെ വധിക്കട്ടെ എന്നവർ ചോദിക്കുകയും ചെയ്തു. അങ്ങ് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു നീഗ്രോയുടെ ദീർഘമായൊരു നിവേദനമുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഷഹീദാക്കിയതിനു ശേഷം പറയുന്നു, ഞാൻ മക്കയിൽ തിരിച്ചെത്തി. ഈ നീഗ്രോയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഷഹീദാക്കിയത്. തന്റെ മുന്നോട്ടുള്ള നാളുകൾ അവിടെ കഴിച്ചുകൂട്ടാം എന്നയാൾ കരുതി. മക്കയിൽ എല്ലായിടത്തും ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരുന്നു. ഞാനപ്പോൾ തായിഫിലേക്ക് പോയി. തായിഫിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തങ്ങളുടെ സന്ദേശവാഹകരെ അയച്ചു. എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശവാഹകരോട് പ്രതികാരം ചെയ്യാറില്ല. അങ്ങനെ തായിഫിൽ നിന്നുള്ള സന്ദേശവാഹകരോടൊപ്പം പുറപ്പെട്ടു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നീ നീഗ്രോയാണോ? ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീയാണോ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത്? നീഗ്രോ പറഞ്ഞു, താങ്കൾ കേട്ടത് ശരി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തെറ്റുകൾ പൊറുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് സാധ്യമാണോ? അതായത് ഇനി നീ എന്റെ മുമ്പിൽ ഒരിക്കലും വരരുത്. നീഗ്രോ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിന് ശേഷം ഞാൻ മദീനയിൽ നിന്ന് തിരിച്ചു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊറുക്കലിന്റെ അങ്ങേയറ്റം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീഗ്രോയോട് കൂടുതലായി ചോദിച്ചപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിനെ സംബന്ധിച്ച്, എപ്രകാരമാണ് അദ്ദേഹത്തെ ഷഹീദാക്കിയത്, പിന്നീട് എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച വേളയിൽ സഹാബാക്കൾ പറയുന്നു, അങ്ങയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. പിതൃ സഹോദരന്റെ സ്മരണകൾ കാരണമായിരിക്കാം കണ്ണുനീർ പ്രവഹിച്ചത്. ആ പിതൃ സഹോദരൻ അബൂജഹലിനെതിരായി നിൽക്കാൻ അങ്ങയോടൊപ്പമുണ്ടായിരുന്നു. അങ്ങയുടെ പക്ഷത്ത് തന്നെ നിലകൊണ്ടു. എന്നാൽ ഹംസയുടെ കൊലയാളിയോട് എല്ലാം ചെയ്യാൻ ശക്തിയുണ്ടായിട്ടും സഹതാപത്തോടും പൊറുത്തുകൊണ്ടുമാണ് പ്രവർത്തിച്ചത്. മക്ക വിജയത്തിന് ശേഷം അബൂജഹലിന്റെ മകൻ ഇക്രിമയെ വധിക്കാനായി കൽപ്പിച്ചിരുന്നു. അദ്ദേഹവും യുദ്ധകുറ്റവാളിയായിരുന്നു. വധിക്കാനായി കൽപ്പിക്കാനുള്ള കാരണം, അദ്ദേഹവും പിതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും പീഡിപ്പിക്കുന്ന കാര്യത്തിൽ
വളരെ കാഠിന്യത്തോടെ പ്രവർത്തിച്ചവരായിരുന്നു. कत्ल का हुक्म इसलिए दिया ഇക്രിമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വധിക്കാനായി കൽപ്പിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിച്ചപ്പോൾ യമന്റെ ഭാഗത്തേക്ക് ഓടി. मुसलमानों को പിന്നിൽ തന്നെ ഭാര്യ, പിതൃസഹോദരൻ इख्तियार करने वाले थे ഹാരിസ് ബിനു ഹഷാമിന്റെ മകളായിരുന്നു. कि नबी सल्लल्लाहु अलैहि वसल्लम ने ഇസ്ലാം സ്വീകരിച്ച ശേഷം അവൾ പുറപ്പെട്ടു. तो वो यमन की तरफ भाग गया. തന്റെ ഭർത്താവ് കടൽക്കരയിൽ തോണി കാത്തു നിൽക്കുന്നതായി കണ്ടു. बीवी जो उसकी चचाजाद थी തോണി വന്നാൽ പോകാമെന്നാണ് കരുതിയിരുന്നത്. ഒരു നിവേദനത്തിൽ ഇപ്രകാരവും വരുന്നു: തോണിയിൽ സഞ്ചരിക്കുന്ന ഇക്രിമയെ ഭാര്യ കാണുകയും കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. എന്റെ പിതൃ സഹോദരപുത്ര, ഞാൻ നിന്നെ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുകയും इकरमा को उसकी बीवी നല്ല രീതിയിൽ പെരുമാറുകയും ജനങ്ങളിൽ വെച്ച് ഏറ്റവും उसे इसकी നല്ലവനുമായ വ്യക്തിയുടെ അടുത്ത് നിന്നാണ് വന്നിരിക്കുന്നത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന്. सबसे ज्यादा नेक നീ സ്വയം നഷ്ടത്തിലകപ്പെടുത്താതിരിക്കുക. ഞാൻ നിനക്കായി അഭയസ്ഥാനം ചോദിച്ചിരിക്കുന്നു, അതുകൊണ്ട് തിരിച്ചു വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് പുറത്തു തരുന്നതാണ്, ഒന്നും പറയുകയില്ല. ഇക്രിമ ഭാര്യയോടൊപ്പം തിരിച്ചു വന്ന് പറഞ്ഞു, അല്ലയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത് താങ്കൾ എനിക്ക് അഭയം നൽകിയിരിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, बीवी के साथ അവൾ പറഞ്ഞത് ശരിയാണ്, അഭയം നൽകപ്പെടുകയും ചെയ്തു. कहा, ए मोहम्मद ഇത് കേട്ട ഉടനെ ഇക്രിമ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വ അന്നക അബ്ദുഹു വറസൂലുഹു. പിന്നീട് ഇക്രിമ ലജ്ജ കാരണം തല താഴ്ത്തി. आपको ये അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഇക്രിമ, था എന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് നിനക്ക് നൽകുന്നതാണ്. रसूल. फिर इकरमा ने शर्म के बायस अपना सर ഇക്രിമ പറഞ്ഞു, इस पर रसूलुल्लाह ഞാൻ താങ്കളോട് ചെയ്ത എന്റെ എല്ലാ അതിക്രമങ്ങളും പൊറുത്തു തന്നാലും. जो मेरी कुदरत में നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, इसमें से ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹുവേ, ഇക്രിമ इकरमा ने कहा, मुझे मेरी वो तमाम ज़्यादतियां माफ कर दें जो मैं आपसे करता അല്ലാഹുവേ, ഇക്രിമ എന്നോട് ചെയ്ത എല്ലാ അതിക്രമങ്ങളും പുറത്തു കൊടുക്കണമേ. പറഞ്ഞു, ഇക്രിമ എന്നെപ്പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും कुल्ला अदावतिन പൊറുക്കണമേ. आदानीहा ओ मंतकिन तकल्लम ഇത്തരം बे മാപ്പ് ചെയ്തു കൊടുക്കലിന് എവിടെയെങ്കിലും ഉദാഹരണങ്ങളുണ്ടോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്. में जो भी कहता रहा है वो उसको बख्श ഫുസാല ബിൻ ഉമേർ എന്നൊരു വ്യക്തി മക്ക വിജയവേളയിൽ माफी कोई നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുകയായിരുന്നു. अल्लाहुम्मा सल्ली अला അങ്ങയെ വധിക്കാനെന്ന ഉദ്ദേശത്തിൽ വന്നു. मुबारक वसल्लम इन्नका हमीदुल मजीद. അയാളുടെ കുതന്ത്രത്തെപ്പറ്റി അള്ളാഹു അങ്ങയെ അറിയിച്ചു. फुजाला बिन उमैर फतह मक्का के അങ്ങ് അയാളെ വിളിച്ചു. आप सल्लल्लाहु അപ്പോൾ അയാൾ പരിഭ്രമിച്ചുപോയി. अलैहि आपके करीब कत्ल की नीयत അങ്ങ് അയാളോട് ചോദിച്ചു, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? अल्लाह ने आप പിടിക്കപ്പെട്ടപ്പോൾ കളവ് പറയുമെന്നതിൽ സംശയമില്ലായിരുന്നു. അയാൾ പലതും പറയാൻ തുടങ്ങി. आपने उसे അങ്ങ് ചിരിച്ചു. बुलाया तो घबरा गया. എന്നിട്ട് സ്നേഹത്തോടെ അയാളെ തന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അയാളുടെ നെഞ്ചിൽ അങ്ങയുടെ കൈവച്ചു. ഏതെങ്കിലും ആയുധമുണ്ടാകുമെന്ന യാതൊരു ഭയവും അങ്ങേക്കുണ്ടായിരുന്നില്ല. बहाने बनाने लगा. ഖസാല പറയുന്നു, मुस्कुराए അങ്ങ് തന്റെ കൈ എന്റെ നെഞ്ചിൽ വെച്ചപ്പോൾ अपने पास और उसके എന്റെ എല്ലാ വെറുപ്പുമില്ലാതെയായി. बगैर किसी खौफ ഏതൊരു വ്യക്തിയെ വധിക്കാനാണോ ഞാൻ പുറപ്പെട്ടത്, के पास है അദ്ദേഹത്തിന്റെ സഹതാപം എന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ നദികളാണ് ഒഴുക്കിയിരിക്കുന്നത്. तो मेरी ഇതായിരുന്നു नफरत दूर हो गई. എന്റെ യജമാനന്റെ ശത്രുക്കളോടുള്ള സമീപനം. मैं निकला था കുറ്റവാളി പിടിക്കപ്പെടുന്നു, उसके इस दस्ते शफ എന്നാൽ ശിക്ഷ നൽകുന്നതിന് പകരം में സ്നേഹത്തിന്റെ അമ്പ് തറക്കുമ്പോൾ തന്റെ ജീവൻ അങ്ങേക്കു വേണ്ടി ത്യജിക്കാൻ തന്നെ അവർ തയ്യാറാവുന്നു. आका का अपने दुश्मनों से सलूक. मुजरम ഇതിന് പകരം നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? तो उसे बजाय सजा ഈ സഹതാപത്തിനും പൊറുക്കലിനും പകരമായി വല്ലതും നൽകാൻ കഴിയുമോ? इस तरह എന്നാൽ അള്ളാഹുവിന്റെ ഈ കൽപ്പനയെ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. अपनी जान तक कुर्बान करने के लिए तैयार हो जाए. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട്. इस शफकत और अफकत ഈ മാതൃകകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും हमारे അതിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് अल्लाह ताला ഇന്നത്തെ മുസ്ലിങ്ങളുടെയും കൂടി കടമയാണ്. को हमेशा ഒരുപക്ഷെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, बस इन नमूनों पर നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് तवज्जो देना ഏതെല്ലാം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ചെയ്യാൻ അനുവാദം നൽകിയിരുന്നുവോ मुश्किल को समझ അതിൽ എളുപ്പമുള്ളത് അങ്ങ് ചെയ്തു പോന്നു. എന്നാൽ
തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യം ഒരിക്കലും അങ്ങ് ചെയ്തിരുന്നില്ല. अनहा रवायत करती हैं തിന്മയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അങ്ങ് ചെയ്തിരുന്നില്ല. അത് ചെയ്താൽ തിന്മയാകുമായിരുന്നെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി ഒരിക്കൽ പോലും പ്രതികാരം ചെയ്തിട്ടില്ല. എന്നാൽ ഏതെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും അനുവദനീയമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനു വേണ്ടി അവർക്ക് ശിക്ഷ നൽകുമായിരുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇപ്രകാരം നിവേദനം കാണാം. इंतकाम नहीं लिया। അദ്ദേഹം ഒരിക്കൽ സംസാരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, जायज तरीक से दाखिल होता യാ റസൂലല്ലാഹ്, हजूर सल्लल्लाहु अलैहि वसल्लम എന്റെ മാതാപിതാക്കൾ അങ്ങേക്കുമേൽ ദണ്ഡമായിരിക്കട്ടെ. ഹസ്രത്ത് നൂഹ് അലൈഹിസലാം തന്റെ സമുദായത്തിനായി ശാപപ്രാർത്ഥന ചെയ്തിരുന്നു. रवायत है ഇപ്രകാരം ദുആ ചെയ്തു, दौरान गुफ्तगू रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम को मुखातिब അതായത് എന്റെ നാഥ, നിഷേധികളിൽ ആരെയും ഈ ഭൂമിയിൽ നീ वालदैन ഉപേക്ഷിക്കരുതേ, അവരെ നശിപ്പിക്കണമേ. हजरत नूह യാ റസൂലല്ലാഹ്, അങ്ങ് നൂഹ് നബിയെപ്പോലെ ഞങ്ങൾക്ക് മേൽ ശാപപ്രാർത്ഥന ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാവരും നശിച്ചൊടുങ്ങുമായിരുന്നു. അങ്ങയെ വളരെയധികം പീഡിപ്പിച്ചു. അങ്ങയുടെ മുഖം രക്തം കൊണ്ട് നിറച്ചു. അങ്ങയുടെ മുൻവശത്തെ പല്ലുകൾ പൊട്ടാനിടയായി. എന്നാൽ അങ്ങ് നല്ലത് മാത്രമാണ് പറഞ്ഞത്. അങ്ങ് ഇപ്രകാരമാണ് ദുആ ചെയ്തത്, दुआ करते तो हम सब के सब तबाह हो जाते। എന്റെ അള്ളാഹുവെ, എന്റെ സമുദായത്തിന് പുറത്തു കൊടുക്കണമേ, അവർ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല. आपके सामने के दांत तोड़े गए, ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാം അരുൾ ചെയ്യുന്നു, खैर की बात ही की और आपने ये दुआ की നബിമാരിൽ ശ്രേഷ്ഠനായ मगफिर लिकौम നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ജനങ്ങൾക്ക് മേൽ വിജയിച്ചുകൊണ്ട് അവർ ये क्या कर रहे हैं। തനിക്ക് വിധേയരാണെന്ന് കണ്ടിട്ടും അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയുണ്ടായി. എന്നാൽ ഏകനായ അള്ളാഹു ശിക്ഷ നൽകാനായി പറഞ്ഞ ചില ആളുകൾക്ക് മാത്രമാണ് ശിക്ഷ നൽകിയത്. അതിനുള്ള കൽപ്പനയുമുണ്ടായിരുന്നു. वसल्लम ने मक्के वालों അത്തരം ശാപഗ്രസ്തരല്ലാതെ മറ്റെല്ലാവരുടെയും തെറ്റുകൾ അങ്ങ് പുറത്തു കൊടുത്തു. വിജയശ്രീലാളിതനായ ശേഷം എല്ലാവരോടും നിങ്ങൾ ഏവരും സ്വതന്ത്രരാണ് എന്ന് പറയുകയും ചെയ്തു. ഇതേ പുറത്തുകൊടുക്കൽ आदियत की तरफ से എതിരാളികളുടെ നിഷേധത്തിനു മുമ്പിൽ അസാധ്യമായിരുന്നു. और बजुज उन अजली मलूनों के തങ്ങളുടെ വൈകൃതങ്ങളെ വീക്ഷിക്കുന്നവർ തങ്ങൾ ശത്രുവിന്റെ കൈകളിൽ അകപ്പെട്ടുവെന്ന് കരുതുകയും അത് തന്നെ यौम कहा വിവേകമെന്നും അവർ കരുതുകയും ചെയ്തു. അപ്രകാരം ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തുകൊടുക്കുക എന്ന ഈ സ്വഭാവ ഗുണം പ്രത്യക്ഷത്തിൽ और अपनी शरारतों पर नजर करने से वो अपने तई अपने मुखालिफ के എതിരാളികളുടെ കാഴ്ചപ്പാടിൽ വളരെയേറെ ദുഷ്കരമായിരുന്നു. എങ്ങനെയാണ് അവർക്ക് പുറത്തു കൊടുക്കുക? एक साथ में दीन इस्लाम कबूल कर लिया। എന്നാൽ അങ്ങയുടെ സമീപനം കാരണം അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. जो बज़ाहिर ഒരുപക്ഷെ ഇന്നത്തെ മുസ്ലിങ്ങളും ഇക്കാര്യം മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇരട്ടി പുരോഗതി പ്രാപിക്കാമായിരുന്നു. ഇത്തരക്കാർ കഠിന ഹൃദയരെ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് മുമ്പിൽ നമ്മുടെ പ്രിയ യജമാനൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ച മാതൃകക്കനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. आज मुसलमान भी इस नुक्ता को समझ लें तो इस्लाम അള്ളാഹു ഇവർക്ക് ബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. काश के लोग शिद्दत पसंद ग्रोहों के चुंगल से निकलकर उस पर गौर करें जो हमारे सामने हमारे आका मुता हज़रत मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम ने रखा है। अल्लाह ताला इनको अक्ल दे। الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله
والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.